സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. സംപൂജ്യരായ എല്ലാ ശ്രോതാക്കളെയും പ്രണമിച്ചുകൊണ്ട് ഉത്തരരാമായണ പഠനത്തിൻ്റെ 22ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ സജ്ജനങ്ങളെയും അതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് പാരായണം ചെയ്ത് പഠിക്കുവാനുള്ള ഭാഗം അധ്യായം 3 279 വരി മുതലാണ്. ജനങ്ങളുടെ അപവാദ ശ്രവണത്തിൽ മനസ്സു നൊന്ത രാമദേവൻ തനിക്കും സൂര്യവംശത്തിനും ഏറ്റ ആ കളങ്കത്തെ കഴുകിക്കളയാനായിട്ട് ധർമ്മപത്നിയെ കൊടുങ്കാട്ടിൽ ഉപേക്ഷിക്കാൻ ലക്ഷ്മണനോട് ആജ്ഞാപിക്കുന്നു. സഹിക്കവയ്യാത്ത ദുഃഖത്തെ ഉള്ളിലടക്കി ആത്മനിന്ദയോടെ ലക്ഷ്മണൻ ആ നിയോഗം അനുഷ്ഠിച്ചു. ഗംഗാതീരത്തുള്ള താപസാശ്രമത്തിന് സമീപം കൊടുങ്കാട്ടിൽ സീതാദേവിയെ കൊണ്ടുചെന്നാക്കി ധൈര്യം സംഭരിച്ചുകൊണ്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ ദേവിയെ പറഞ്ഞു കേൾപ്പിച്ചു, സമാശ്വസിപ്പിച്ചു. ഇനി നമുക്ക് പാരായണം തുടരാം. സീതാവിലാപം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. സീതാദേവിയുമതു കേട്ട നേരത്തു തത്ര മേദിനി തന്നിൽ വീണു മോഹിച്ചു നിസ്സംജ്ഞയായി. ലക്ഷ്മണൻ ഇപ്രകാരം പറഞ്ഞത് കേട്ടിട്ട് ജാനകി ദേവി അതാ പ്രജ്ഞയായി നിലത്തു വീണു. അങ്ങനെ മുഹൂർത്തമാത്രം കഴിഞ്ഞൊരു ശേഷം അങ്കനാമണി മോഹം തീർന്നുടനൊന്നു വീർത്താൾ. അല്പസമയത്തെ ബോധക്ഷയത്തിന് ശേഷം ബോധം വീണ്ടെടുത്തു. നെടുവീർപ്പോടെ ഇപ്രകാരം പറയാൻ തുടങ്ങി. അയ്യോ ഭർത്താവേ, വെടിഞ്ഞായോ മാം വൃഥാ ബലാൽ. നീ എന്നെ ഉപേക്ഷിച്ചതെന്തു കാരണം നാഥ? അയ്യോ നാഥ, എന്നെ ഈ കൊടും വനത്തിൽ ഉപേക്ഷിക്കാൻ ഞാൻ അങ്ങയോട് എന്ത് അപരാധം ചെയ്തു? ഞാൻ മുന്നമനേകം മനുഷ്യരെ ദുഃഖിപ്പിച്ചു. കാമ്യതാരങ്ങളോട് വേർപെടുത്തതിൻ ഫലം ഞാനിപ്പോൾ അനുഭവിച്ചിടുന്നത്. ഇനിമേലിൽ ദീനത്വം എത്ര കാലം ഭുജിച്ചിടുക വേണം? കഴിഞ്ഞ ജന്മങ്ങളിൽ ഞാൻ ധാരാളം പേരെ ദുഃഖിപ്പിച്ചിട്ടുണ്ടാവാം. സ്നേഹസമ്പന്നരായി കഴിയുന്ന ദമ്പതിമാരെ വേർപെടുത്തിയിട്ടുണ്ടാവാം. അതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ തീവ്ര ദുഃഖം. ഇനി എത്ര നാൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും? സന്തതം മുനികളും താപസഭഗ്നിമാരും എന്തിനു വെടിഞ്ഞിതു രാഘവൻ നിന്നെയെന്ന് സന്തതം ചോദിച്ചാൽ ഞാൻ എന്തവരോടു ചൊല്ലും? സന്താപം എന്തുകൊണ്ടു ഞാൻ പൊറുക്കുന്നിതയോ? ഈ ദുഃഖം എങ്ങനെയെങ്കിലും ഞാനങ്ങ് സഹിക്കാമെന്ന് വെച്ചാലും ഈ താപസന്മാരും താപസികളും ഒക്കെ എന്നോട് ചോദിക്കും, നിന്റെ പതി എന്തുകൊണ്ട് നിന്നെ വെടിഞ്ഞു, എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് മറുപടിയാണ് അവർക്ക് കൊടുക്കുക?
അതുകൊണ്ടുണ്ടാകുന്ന ആ ദുഃഖം ഇതിലും കൂടുതലാണല്ലോ. വല്ലതാകിലും പ്രാണത്യാഗം ചെയ്തിടുവൻ ഞാനില്ല, സന്തതി സൂര്യവംശത്തിലെന്നും വരും. എന്തായാലും ഇതിൽ ഭേദം എൻ്റെ ജീവൻ വെടിയുന്നതാണ്. അയ്യോ, അതും പറ്റില്ലല്ലോ. സൂര്യവംശത്തിൻ്റെ പരമ്പര നിലനിർത്തണമെങ്കിൽ ഞാൻ പ്രാണത്യാഗം ചെയ്താൽ സാധ്യമല്ല. അതെൻ്റെ ഉദരത്തിലാ വളരുന്നുണ്ട്. മാതാക്കന്മാരോട് ചെന്നെല്ലാമേ ചൊല്ലിയിടു നീ, ഖേദമുണ്ടവർകൾക്കും എന്നെ ഓർത്തിടും നേരം. ഹലോ ലക്ഷ്മണ, ഞാൻ മരിക്കുകയില്ല. മാതാക്കന്മാരോട് നീ പറഞ്ഞോളൂ, എന്നെ ഓർത്ത് അവരാരും വിഷമിക്കണ്ടാന്ന്. അവർക്ക് വലിയ വിഷമം കാണും. വല്ല ജാതിയും മനോരഞ്ജനയോടും കൂടെ കല്യാണത്തോടു വാണിടുന്നതു നൃപധർമ്മം. അതുപോലെ രാജധർമ്മം പുലർത്തുവാൻ വേണ്ടി നിന്റെ ജ്യേഷ്ഠൻ ധർമ്മപത്നിയെ പരിത്യജിച്ചു. അത് മംഗളകരമായിട്ട് ആ നൃപധർമ്മം പാലിക്കാൻ വേണ്ടിയാണ്. ലോകാപവാദം ശങ്കിച്ചെന്നെ സന്ധ്യജിച്ചത് ലോകനായകൻ മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. എൻ്റെ ഭർത്താവിനെ പോലെ ഇത്ര വലിയൊരു മഹാത്യാഗം ലോകത്തിൽ ആരും കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയുമില്ല. ജനങ്ങളുടെ അപവാദത്തെ ശങ്കിച്ചിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. എനിക്കറിയാം. എന്നെ വേറിട്ട കാലമേതുമേ ദുഃഖിയാതെ നന്നായി രക്ഷിക്ക ഭൂമണ്ഡലം ധർമ്മത്തോടെ. അതുകൊണ്ട് അദ്ദേഹത്തോട് പറയണം, എൻ്റെ വേർപാട് അദ്ദേഹത്തിന് യാതൊരു ദുഃഖവും വരുത്തരുത്. ധർമ്മത്തോടു കൂടി രാജ്യം പരിപാലിക്കുക, അതാണ് ഇപ്പോൾ വേണ്ടത്. നീ അദ്ദേഹത്തെ സ്വാന്തനിപ്പിക്കണം. അഗ്രജൻ തന്നെ പരിചരിച്ചിടുക നിത്യം, വ്യഗ്രവും കളഞ്ഞെങ്കിൽ പോയാലും വൈകിടാതെ അദ്ദേഹത്തെ എപ്പോഴും പരിചരിച്ച് യാതൊരു ദുഃഖവും ഉണ്ടാവാതെ നീ ഇവിടെ നിന്നും പോയിക്കോളൂ അനുജ. വൈദേഹി വാക്കുകേട്ടു 3 പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കണ്ണീർ വാർത്തുരിയാടാതെ പോയി. ഭൂമിയിൽ വീണുരുണ്ടു കിടന്നു കരയുന്ന ഭൂമി നന്ദന തന്നെ നോക്കി നോക്കിപ്പോയി ചെന്ന് ഗംഗയും കടന്നുടൻ സുമന്ത്രരോടും കൂടി മംഗളം പ്രാർത്ഥിച്ചു മന്ദമന്ദം നടകൊണ്ടാൻ. ദേവിയുടെ വേദന നിറഞ്ഞ വാക്കുകൾ കേട്ട് യാതൊരു മറുപടിയും പറയാതെ ദേവിയെ 300 പ്രദക്ഷിണം ചെയ്ത് തൊഴുത് കണ്ണീർ വാർത്ത് വീണ്ടും വീണ്ടും പിന്തിരിഞ്ഞു നോക്കി
മന്ദമന്ദം ഒരു എന്താ പറയുക ചലിക്കുന്ന മരം പോലെ ലക്ഷ്മണൻ അതാ ആ ഗംഗ കടന്ന് അക്കരെ എത്തി. അന്നേരം സൗമിത്രിയും സുമന്ത്രരോട് ചൊന്നാൻ, നന്നു നന്നിവയോർത്താൽ എത്രയും ചിത്രം ചിത്രം. സുമന്ത്രരോട് ഇവയൊക്കെ ഓർത്തുകൊണ്ട് സുമിത്രാപുത്രൻ പറയുകയാണ്, വളരെ വിചിത്രമായിരിക്കുന്നു ഈ സംഭവങ്ങളൊക്കെ. മാനവശ്രേഷ്ഠനായ രാമചന്ദ്രനും തഥാ ജാനകീദേവിക്കും ഓരോ നാളായുണ്ടായി വന്ന ദുഃഖങ്ങൾ നിരൂപിച്ചാൽ എത്രയും കഷ്ടം കഷ്ടം. ദുഷ്കർമ്മം കുറഞ്ഞോന്നു ചെയ്തിട്ടില്ലല്ലോ താനും. ഇത്രയ അധികം ത്യാഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രതീകമായിട്ട് ലോകത്തിൽ ആരും കാണില്ല. ഈ സീതാദേവിയും രാഘവനും കരയാനായിട്ട് പിറന്നവരാണ് ഇവർ രണ്ടുപേരും. എന്നാൽ ഇവരൊന്നും ഈ ജന്മത്തിൽ യാതൊരു തെറ്റും ചെയ്തതായിട്ട് കാണുന്നുമില്ല. സൗമിത്രി വാക്കു കേട്ടു സുമന്ത്രരരുൾ ചെയ്തു, നാം ഇത്ര ദുഃഖിപ്പതിനില്ല അവകാശമേതും. ഇപ്രകാരം ലക്ഷ്മണൻ പറഞ്ഞ് കരയുന്നത് കേട്ടിട്ട് സുമന്ത്രർ പറയുകയാണ്, ഇങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. സാമർഥ്യം കൊണ്ടു നീക്കാവതല്ല ദൈവമതം. നമ്മുടെ ആരുടെയും സാമർഥ്യം കൊണ്ട് ദൈവനിയോഗത്തെ, അതായത് വിധിയെ നീക്കാൻ സാധിക്കില്ല. സൗമിത്രേ കേട്ടാലും നീ എങ്കിലോ പുരാവൃത്തം, നിങ്ങൾ നാൽവരും പിറന്നുണ്ടായ ശേഷത്തിങ്കൽ പൊങ്ങിയോരാനന്ദവും കൈക്കൊണ്ടു ദശരഥൻ ചെന്നിതു ഗുരുവായ വസിഷ്ഠാശ്രമത്തിങ്കൽ. അന്നുടൻ അത്രിപുത്രനാകിയ ദുർവാസാവും വന്നിതു ചാതുർമാസ്യമിരിപ്പാൻ തത്രൈവ കേൾ. മുമ്പുണ്ടായ ഒരു കാര്യം, ഒരു ചരിത്രം ഞാൻ നിന്നോട് പറയാം. സൗമിത്രേ, അത് കേൾക്കൂ. നിങ്ങൾ 4 പേരും ജനിച്ചതിന് ശേഷം ഒരിക്കൽ ദശരഥ മഹാരാജാവ് വളരെ സന്തോഷത്തോടു കൂടി പൊങ്ങിയൂരാനന്ദവും കൈക്കൊണ്ട് ചെന്നിത് ഗുരുവായ വസിഷ്ഠാശ്രമത്തിങ്കിൽ, തൻ്റെ കുലഗുരുവായ വസിഷ്ഠമുനിയുടെ ആശ്രമത്തിലെത്തി. അപ്പോൾ അവിടെ ചാതുർമാസ്യം ആചരിപ്പാനായിട്ട് അത്രിയുടെ പുത്രനാകിയ ദുർവാസാവ് എത്തിയിരുന്നു. വന്ദിച്ചു നൃപേന്ദ്രനും താപസശ്രേഷ്ഠന്മാരെ, വസിഷ്ഠകൃതമായൊരാതിഥ്യം ഗ്രഹിച്ചുടൻ വസിച്ചു യഥാസുഖം ഭൂപതി ശ്രേഷ്ഠൻ താനും. ആ താപസന്മാരെ രണ്ടുപേരെയും മഹാരാജാവ് വന്ദിച്ചു, നമസ്കരിച്ചു. വസിഷ്ഠകൃതമായ ഒരാതിഥ്യം, വസിഷ്ഠമുനി തൻ്റെ അതിഥിയായിട്ട് അതിനു വേണ്ടുന്ന ഉപചാരങ്ങളൊക്കെ രാജാവിനോട് ചെയ്തു.
അവയൊക്കെ സ്വീകരിച്ചു. അവിടെ രാജാവ് കുറച്ചു നാൾ താമസിച്ചു. കുശല പ്രശ്നങ്ങളും ചെയ്തിതു മുനീന്ദ്രന്മാർ, കുശലൻ തന്നെയെന്നു പറഞ്ഞു നൃപേന്ദ്രനും. അവർ കുശല പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് മഹാരാജാവ് പറയുകയുണ്ടായി. വന്ദിച്ചു ദുർവാസാവു തന്നോട് ചോദ്യം ചെയ്തു, നന്ദനന്മാരുണ്ടല്ലോ 4 പേരെനിക്കിപ്പോൾ. ദുർവാസാവ് മഹർഷിയെ വന്ദിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് പറയുകയാണ്, നന്ദനന്മാരുണ്ടല്ലോ 4 പേരെനിക്കിപ്പോൾ. എന്തായാലും വൈകിയ വേളയിലെങ്കിലും എനിക്ക് 4 പുത്രന്മാരുണ്ടായിട്ടുണ്ട് എന്നതിൽ ജ്യേഷ്ഠൻ രാമൻ ദീർഘായുഷ്മാനോ, മേലിൽ വന്നിടും ഗുണദോഷങ്ങളെയും അരുൾ ചെയ്ക. ആ നന്ദനന്മാരുടെ ജാതകഫലത്തെ പറ്റിയൊക്കെ ചോദിച്ചു. അപ്പോൾ അതിൽ രാമനെയാണല്ലോ ഏറ്റവും പ്രിയം. അപ്പോൾ രാമന് ദീർഘായുസൊക്കെ ഉണ്ടോ എന്ന് മഹർഷിയോട് രാജാവ് ചോദിച്ചു. ബാലന്മാർ മറ്റുള്ളോരും ഗുണവാന്മാരോ പാർത്താൽ, ശീലാദി ഗുണങ്ങളും എത്രയുണ്ടതുമെല്ലാം. മേലിലുള്ള അവസ്ഥകൾ ദിവ്യലോചനം കൊണ്ടു കാലമേ കാണാമല്ലോ, സർവവും ഭവാദൃശം. അങ്ങേക്ക് ദിവ്യദൃഷ്ടി കൊണ്ട് എല്ലാം കാണാൻ സാധിക്കും. അതുകൊണ്ട് ബാലകന്മാരുടെ ജാതകം വ്യക്തമായി അങ്ങ് അരുളി ചെയ്യണം. ഇത്തരം നൃപവാക്യം കേട്ടുടൻ ദുർവാസാവും സത്വരമരുൾ ചെയ്തു, കേട്ടുകൊണ്ടാലുമെങ്കിൽ. ഇങ്ങനെ രാജവചനം കേട്ടിട്ട് ദുർവാസാവ് മഹർഷി എങ്കിൽ കേട്ടുകൊള്ളൂ എന്ന് രാജാവിനോട് പറഞ്ഞു. ഈ 7 ലോകങ്ങളും പരിപാലിച്ചു നന്നായി ശ്രീരാമൻ 11,000 വത്സരം വാഴും. ലോകങ്ങൾ 14 പാലിച്ചുകൊണ്ട് എത്ര വർഷം വാഴുമെന്നാണ് പറയുന്നത്? 11,000 വർഷം ശ്രീരാമദേവൻ വാഴും. പൗരന്മാരോടും ഭ്രാതാക്കന്മാരാം അവരോടും ആരൂഢാനന്ദം പിന്നെ വൈകുണ്ഠം പ്രാപിച്ചിടും. അങ്ങനെ തൻ്റെ സഹോദരന്മാരോടും പൗരജനങ്ങളോടും കൂടി വളരെ സന്തോഷമായിട്ട് ആ രാമരാജ്യം അങ്ങനെ ഭരിച്ചിട്ട് അവസാനം വൈകുണ്ഠപ്രാപ്തി നേടും. ജാനകീദേവി തന്നെ മധ്യേ മാനുഷശ്രേഷ്ഠൻ കാനനം തന്നിൽ ഉപേക്ഷിക്കുകയും ചെയ്യുമല്ലോ. ഇപ്പോഴാണ് പറയുന്നത്, തൻ്റെ പത്നിയായ ജാനകീദേവിയെ മാനവശ്രേഷ്ഠനായ രാമൻ വനത്തിൽ ഉപേക്ഷിക്കും. ഇടയ്ക്ക് ദുഃഖകാലവും സുഖകാലവും ഓർത്തു കണ്ടാൽ ദുഃഖകാലങ്ങളേറിയിരിക്കുമല്ലോ താനും. രാമന്റെ ജാതകത്തിൽ ദുഃഖകാലമാണ് ഏറിയ കൂറും. പുത്രന്മാരിരുവരുണ്ടായി വരും, അവരെയും പൃഥ്വീശൻ ഓരോ രാജ്യം തോറും വാഴിക്കും താനും. 2 പുത്രന്മാരുണ്ടാവും.
അവരെ ഓരോ രാജ്യത്തിൻ്റെ അധികാരികളാക്കി വാഴിക്കും. പിന്നെയങ്ങ് അയോധ്യയും വനമായി വന്നു കൂടും. മന്നവൻ അയോധ്യാവാസികളായവർക്കെല്ലാം തന്നുടെ ലോകം കൊടുത്തിടുമെന്നതു നൂനം. രാമദേവന്റെ ജീവിതകാലത്തിന് ശേഷം അയോധ്യ വനമായി തീരും. വാസികൾക്കൊക്കെ തന്നുടെ പദം നൽകും. അതായത് വൈകുണ്ഠപ്രാപ്തി നേടും അയോധ്യയിലെ ജനങ്ങളും. പിന്നെയും സൂര്യാന്വയമൊടുങ്ങിക്കൂടുവോളം അന്നുള്ള അവസ്ഥകൾ അരുളി ചെയ്തു മുനി. അങ്ങനെ സൂര്യാന്വയം, സൂര്യകുലമൊക്കെ തീരും. ആ പരമ്പര അവിടെ അവസാനിക്കും. അതിനെപ്പറ്റിയൊക്കെ ദുർവാസാവ് മഹർഷി വിസ്തരിച്ച് പറഞ്ഞു. മന്നവൻ എന്നോടരുൾ ചെയ്തിതു മറ്റാരോടും എന്നും ഈ അവസ്ഥകൾ ഉര ചെയ്യിക്ക വേണം. ഈ കാര്യം ദശരഥ മഹാരാജാവ് എന്നെ അറിയിച്ചിരുന്നു. പിന്നെ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊന്നും ആരോടെയും പറയുകയും വേണ്ട എന്ന്. അന്നു തൊട്ടാരോടും ഞാൻ ഉര ചെയ്തതുമില്ല എന്നിരിക്കലും ഇന്നു നിന്നോട് പരമാർത്ഥം ഒന്നൊഴിയാതെ പറഞ്ഞിടരുതെന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞു നിൽക്കുന്നേരം വൈദേഹിയും വന്നൊരു ദുഃഖം സഹിയാഞ്ഞു വീണുരുണ്ടുടൻ. ഞാൻ ആരോടെ അത് പറഞ്ഞില്ല, പക്ഷേ ഇപ്പോൾ നിന്നോടത് പറയാതിരിക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെ അവർ പറഞ്ഞ് ആ ഗംഗാനദീ തീരത്ത് അക്കരയിൽ ആ തേരിൽ തന്നെ ഇരിക്കുകയാണ്. അവർ അയോധ്യയിലേക്ക് യാത്ര തിരിച്ചില്ല. അവർക്ക് സീതാദേവിയെ കാണാം. വിരഹവേദനയോടെ ആ വനത്തിൽ നിലത്ത് കിടന്ന് വിലപിക്കാൻ തുടങ്ങി ദേവി. അയ്യോ ഭർത്താവേ, വെടിഞ്ഞായോ മാം വെറുതെ നീ, തീയിൽ ചാടണമെന്നു ചൊന്നതും ചെയ്തേനല്ലോ. ദുഃഖം സഹിക്കാനാവാതെ ദേവി വിലപിച്ചുകൊണ്ട് പറയുന്നു, അയ്യോ എൻ്റെ നാഥ, നീ എന്നെ ഉപേക്ഷിച്ചോ? അങ്ങ് എന്നോട് തീയിൽ ചാടണമെന്ന് പറഞ്ഞു. ഞാൻ അതും അനുസരിച്ചു. വന്നിയിൽ ചാടി മരിക്കാമെന്നു നിരൂപിച്ചാൽ വന്നിയും ചുടുകയിൽ എന്നെ എന്താവതയ്യോ. ഇനി അഗ്നിയിൽ ചാടി മരിക്കാമെന്ന് വിചാരിച്ചാൽ അഗ്നി എന്നെ ദഹിപ്പിക്കുന്നില്ല. അത് അനുഭവം ഉണ്ടല്ലോ. ലങ്കയിൽ വെച്ച് തീയിൽ ചാടിയിരുന്നു. അഗ്നിപ്രവേശം ചെയ്തപ്പോൾ ആ അഗ്നിദേവൻ തന്നെയാണ് ദേവിയെ പരമശുദ്ധ എന്ന് പറഞ്ഞിട്ട് ദേവന് കൊടുത്തത്. എന്തൊന്നു പറവതു നിന്നോടുകൂടി മുന്നം സന്തോഷം പൂണ്ടുവാണതോരോന്നീ നിരൂപിച്ചാൽ. എന്താ ഇപ്പൊ പറയുക? നിന്നോടുകൂടി നിന്നൊപ്പം ഞാൻ ആ സന്തോഷമാണ് ആർന്ന നാളുകൾ കഴിഞ്ഞതിനെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വെള്ളത്തിൽ കാലും കെട്ടി ചാടിച്ചാകയോ നല്ലു, വള്ളിയും കെട്ടി ഞാന്നു ചാകയോ നല്ലു പാർത്താൽ. കാലും കയ്യും ഒക്കെ കെട്ടി വെള്ളത്തിലേക്ക് അങ്ങ് ചാടുന്നതാണോ നല്ലത്? അതോ
വള്ളിയും കെട്ടി വള്ളിയിൽ കെട്ടി തൂങ്ങിച്ചാകുകയാണോ നല്ലത്? കാളസർപ്പത്തെ കൊണ്ടു കടിപ്പിച്ചിടുകയോ കാളകൂടത്തെ പാനം ചെയ്തു ചാകയോ നല്ലു. ലക്ഷ്മണനോട് ധൈര്യം സംഭരിച്ച് നീ പൊയ്ക്കൊള്ളൂ, ഞാൻ എന്തായാലും മരിക്കില്ല, സൂര്യകുലത്തിൻ്റെ സന്തതിയാണ് എൻ്റെ ഉദരത്തിൽ വളരുന്നത് എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഇപ്പോൾ ദുഃഖം താങ്ങാനാവാതെ ഏത് രീതിയിലാണ് ഞാൻ മരിക്കേണ്ടത് എന്നുള്ള ആലോചനയിലാണ്. തൂങ്ങിച്ചാവുകയാണോ, കാളസർപ്പത്തെ കൊണ്ട് കടിപ്പിക്കുകയാണോ, കാളകൂട വിഷം കുടിക്കുകയാണോ? ഏതൊരു ജാതി മമ പ്രാണനെ കളയാവോ, മേദിനി തന്നിൽ വസിക്കുന്നതു മിനിമതി. ഇനി ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഏതെങ്കിലും വിധത്തിൽ ഞാൻ എൻ്റെ ജീവനെ കളയും. താപേന സീതാദേവി കരയും നാദമപ്പോൾ താപസകുമാരന്മാരിൽ ചിലർ കേട്ടാരല്ലോ. ഇങ്ങനെ ഉള്ള ദീനരോദനം താപസകുമാരന്മാർ. അടുത്ത് തന്നെ വാൽമീകി മഹർഷിയുടെ ആശ്രമമുണ്ട്, ധാരാളം ശിഷ്യഗണങ്ങളുണ്ട് അവിടെ. അവരിങ്ങനെ കാട്ടിൽ വിറക് കമ്പുകൾ ശേഖരിക്കാനോ എന്തിനായാലും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ രോദനം കേട്ട്. ഇതാണ് നിയതി നിയോഗം എന്ന് പറയുന്നത്. ആരും ആശ്രയമില്ലാത്തവർക്ക് ദൈവം തുണയാണ്. ഇവിടെ ഇതാ ആ താപസകുമാരന്മാരാണ് തുണയായിട്ട് വന്നിരിക്കുന്നത്. ചെന്നവർ വാൽമീകിയെ വന്ദിച്ചു ചൊന്നാരപ്പോൾ, ഇന്നൊരു നാരി ഗംഗാതീരെ കാനനദേശേ വീണുടൻ കിടന്നുരുണ്ടേറ്റവും കരയുന്നാൾ, വാനവർ നാരിമാരിലാരാനുമല്ലയല്ലീ. ഉടൻ തന്നെ അവർ വാൽമീകി മഹർഷിയെ സന്ദർശിച്ചിട്ട് ഈ സംഭവം പറഞ്ഞു കേൾപ്പിച്ചു. ഗുരു, ആ കാട്ടിൽ നദീതീരത്ത് ഏതോ ഒരു സ്ത്രീ കിടന്ന് അലമുറയിട്ട് കരയുന്നുണ്ട്. കണ്ടിട്ട് ഏതോ ദേവസ്ത്രീ പോലെ തോന്നുന്നു. ശ്രീ ഭഗവതി എന്ന് തോന്നിയിടും കാണും തോറും താപമുണ്ടായതവൾക്കെന്തെന്നും അറിഞ്ഞീല. ലക്ഷ്മി ദേവി തന്നെയാണോ അവളെന്ന് തോന്നിച്ചു പോകും. എന്താണ് അവളുടെ ദുഃഖത്തിന്റെ കാരണമെന്നും അറിയുന്നില്ല. പുഷ്കരനേത്രയുടെ ദുഃഖം കണ്ടതുമൂലം വൃക്ഷങ്ങൾ വല്ലികളും മാഴുന്നു കഷ്ടം കഷ്ടം. താമരപ്പൂ ഇതൾ പോലെയുള്ള കണ്ണുള്ളവളുടെ ദുഃഖം കണ്ടിട്ട് വൃക്ഷങ്ങളും വല്ലികളുമൊക്കെ മാഴുകി തളർന്നു നിൽക്കുകയാണ്. നദിയും ഒഴുകാതെ നിൽക്കുന്നു ദുഃഖത്തോടെ, കതിരോൻ താനും ഉഴന്നങ്ങനെ നിന്നിടുന്നു. നദി ഒഴുകുന്നില്ല, നിശ്ചലമായി നിൽക്കുന്നു. കതിരോൻ സൂര്യൻ എവിടെയാണോ അവിടെ തന്നെ നിൽക്കുന്നു. പവനൻ തനിക്കുമില്ലിളക്കമെന്നേ കഷ്ടം, പവനാശനന്മാരും വിലത്തിൽ പൊക്കിയിടുന്നു. പവനൻ കാറ്റ് നിശ്ചലമാണ്. അതുപോലെ പവനാശനന്മാർ പാമ്പ് മാളത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നില്ല, എല്ലാം മാളത്തിൽ പോയി ഒളിച്ചു. പ്രകൃതി മുഴുവനും നിശ്ചലമായി ദേവിയുടെ ആ ദുഃഖത്തിൽ.
പക്ഷികൾ വൃക്ഷം തോറും ശബ്ദിക്കുന്നതുമില്ല, രക്ഷിച്ചിടുക വേണമവളെ തപോനിധേ. പക്ഷികൾ ചിലയ്ക്കുന്നില്ല. അങ്ങനെ ഓരോ വിവരണവും വാൽമീകി മഹർഷിയോട് ആ താപസകുമാരന്മാർ പറയുകയാണ്, എങ്ങനെയെങ്കിലും ആ ദേവിയെ രക്ഷിക്കണം, സൽക്കരിക്കേണം അവളെ പുനരതിനവൾ തക്കവളെന്ന് ഊനമില്ല സംശയമേതും. ഗുരു, അവളെ സൽക്കരിക്കണം, അവളെ എങ്ങനെയെങ്കിലും നമ്മുടെ ആശ്രമത്തിലേക്ക് ആനയിക്കണം. അതിന് തക്കവളാണ്, അതിന് അർഹപ്പെട്ടവളാണ് എന്ന് ആ ശിഷ്യഗണങ്ങൾ ഒന്നടങ്കം ഗുരുവായ വാൽമീകി മുനിയോട് അപേക്ഷിച്ചു. എന്താണ് വാൽമീകി മഹർഷി ഇത് കേട്ടിട്ട് ചെയ്തതെന്ന് നമുക്ക് ഇനി അടുത്ത ദിനം പാരായണം ചെയ്ത് പഠിക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സഹോദര പ്രണാമങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊള്ളുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.